നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വലിയ കൂട്ടുകാരായിരുന്നവർ തമ്മിൽ പെട്ടെന്ന് എന്തെങ്കിലും തർക്കമുണ്ടായാൽ പിന്നെ മിണ്ടാതാകാറില്ലേ? ഏകദേശം അതുപോലെയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയും കാനഡയും. ഇടയ്ക്ക് വെച്ച് സംസാരവും ബന്ധവും ഒക്കെ നിലച്ചു. വിസ കിട്ടാൻ പോലും പ്രയാസമായി. പലരും വിചാരിച്ചു ഈ പിണക്കം ഇനി മാറില്ലെന്ന്. എന്നാൽ ഇപ്പോൾ ഇതാ ആ പഴയ പിണക്കമെല്ലാം മറന്ന് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യയിലേക്ക് വരികയാണ്. വെറുതെ ഒന്ന് സന്ദർശിക്കാൻ വരുന്നതല്ല അദ്ദേഹം. മുറിഞ്ഞുപോയ ബന്ധം വീണ്ടും ദൃഢമാക്കാനും ഇന്ത്യയുമായി ചേർന്ന് വലിയ ബിസിനസ്സുകൾ തുടങ്ങാനുമാണ് ഈ വരവ്. അമേരിക്കയെ മാത്രം വിശ്വസിച്ചിരുന്ന കാനഡ ഇപ്പോൾ എന്തിനാണ് ഇന്ത്യയെ തേടി വരുന്നത്? കാനഡയിലേക്ക് പോകാൻ കാത്തിരുന്ന വിദ്യാർത്ഥികൾക്കും അവിടെയുള്ള നമ്മുടെ പ്രവാസികൾക്കും പിന്നെ സാധാരണക്കാരായ നമുക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇന്ത്യയുടെ വളർച്ച ലോകം എങ്ങനെ കാണുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ സന്ദർശനം. നമ്മളിൽ പലരും വിചാരിക്കും ഇതൊക്കെ വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമല്ലേ, നമുക്കിതിൽ എന്ത് കാര്യമെന്ന്. എന്നാൽ അങ്ങനെയല്ല. കാനഡയിൽ പഠിക്കാൻ നിൽക്കുന്ന മക്കളായാലും അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കായാലും ഇനി ഇലക്ട്രിക് വണ്ടികൾ വാങ്ങാനിരിക്കുന്ന ആളുകൾക്കായാലും ഈ സന്ദർശനം വലിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അമേരിക്കയെ മാത്രം വിശ്വസിച്ചിരുന്ന കാനഡ ഇപ്പോൾ എന്തിനാണ് ഇന്ത്യയെ ഇത്രയധികം സ്നേഹിക്കുന്നത്? എന്തൊക്കെയാണ് ഇവർ തമ്മിൽ ഒപ്പിടാൻ പോകുന്ന ആ വലിയ കരാറുകൾ? പ്രധാനമന്ത്രി മോദിയും മാർക്ക് കാർണിയും തമ്മിലുള്ള ഈ പുതിയ ചങ്ങാത്തം നമ്മുടെ രാജ്യത്തിന് എങ്ങനെയൊക്കെ ഗുണകരമാകും? ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ലളിതമായി നമുക്കൊന്ന് നോക്കാം. ഈ സന്ദർശനം വെറും ഒരു ചായകുടിയിൽ തീരുന്നതല്ല, മറിച്ച് ഇരു രാജ്യങ്ങളുടെയും ഭാവി മാറ്റുന്ന ചില വലിയ കരാറുകളാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി സമുദ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ്. ഇതാണ് ഈ സന്ദർശനത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ. ഇതൊരു കച്ചവട കരാറാണ്. ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയിലെ സാധനങ്ങൾ കാനഡയിലേക്ക് അയക്കുമ്പോഴും അവിടെ നിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും ഈടാക്കുന്ന നികുതി കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് യാഥാർത്ഥ്യമായാൽ നമ്മുടെ നാട്ടിലെ തുണിത്തരങ്ങൾ, മരുന്നുകൾ, ആഭരണങ്ങൾ എന്നിവയ്ക്ക് കാനഡയിൽ വലിയ വിപണി കിട്ടും. 2030 ആകുമ്പോഴേക്കും ഏകദേശം 4 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ ഒറ്റ കരാറിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. രണ്ടാമതായി ഊർജ്ജ സഹകരണ കരാറാണ്. നമ്മുടെ നാട് വളരണമെങ്കിൽ വൈദ്യുതി വേണം. ഇന്ത്യയുടെ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ യുറേനിയം ലോകത്തെ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ. വർഷങ്ങളോളം ഇന്ത്യക്ക് തടസ്സമില്ലാതെ യുറേനിയം നൽകാനുള്ള കരാറിൽ ഇവർ ഒപ്പിടും. അതോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ പ്രകൃതിവാതകം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതുവഴി നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് വലിയൊരു പരിഹാരമാകും. മൂന്നാമതായി നിർണായക ധാതുക്കളുടെ പങ്കാളിത്തമാണ്. ഇന്ന് നമ്മൾ എല്ലാവരും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഇലക്ട്രിക് വണ്ടികളും ഉപയോഗിക്കുന്നവരാണല്ലോ. ഇവയുടെയൊക്കെ ബാറ്ററി ഉണ്ടാക്കാൻ ലിഥിയം, കോബാൾട്ട് തുടങ്ങിയ ലോഹങ്ങൾ വേണം. ഇന്ത്യയിൽ ഇതിന് ക്ഷാമമുണ്ട്. എന്നാൽ കാനഡയിൽ ഇത് ധാരാളമുണ്ട്. ഈ ധാതുക്കൾ ഇന്ത്യക്ക് നൽകാനും അതുപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ ബാറ്ററികൾ നിർമ്മിക്കാനുമുള്ള ഒരു വലിയ കരാറിൽ ഇവർ ഒപ്പുവെക്കും. ഇതുവഴി ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ ഗവേഷണ കരാറുകൾ കാനഡയിലെ സർവകലാശാലകളും ഇന്ത്യയിലെ IIT പോലുള്ള സ്ഥാപനങ്ങളും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള കരാറുകളാണിത്. പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കാനും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ കുറഞ്ഞ ചിലവിൽ ഉന്നത പഠനം നടത്താനും ഇത് വഴിയൊരുക്കും. കൃത്രിമ ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നിവയിൽ രണ്ട് രാജ്യങ്ങളും വിജ്ഞാനം പങ്കുവയ്ക്കും. മറ്റൊന്ന് കാർഷിക വിതരണ കരാറാണ്. കാനഡയിൽ നിന്ന് നമ്മൾ വൻതോതിൽ പരിപ്പ് വർഗ്ഗങ്ങളും ഗോതമ്പും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇവയുടെ വില കൂടാതെയും തടസ്സമില്ലാതെയും ഇന്ത്യയിലേക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കുന്ന ഒരു കരാറും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ഇത് നമ്മുടെ നാട്ടിലെ ഭക്ഷണ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സഹായിക്കും. ഇനി എന്തുകൊണ്ടായിരുന്നു ഇന്ത്യ കാനഡ ബന്ധം വഷളായത് നോക്കാം. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാനഡയിലെ മണ്ണിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ചില ഭീകരവാദ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഇന്ത്യയുടെ പരാതിയായിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഗ്രൂപ്പുകൾക്കെതിരെ കാനഡ നടപടിയെടുക്കുന്നില്ല എന്ന് ഇന്ത്യ വർഷങ്ങളായി ആരോപിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ ആകെ കൈവിട്ടു പോയത് 2023 ഖാലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന് അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പരസ്യമായി ആരോപിച്ചു. ഇത് ശക്തമായി നിഷേധിക്കുകയും ഈ ആരോപണം അസംബന്ധമാണെന്ന് ഇന്ത്യ പറയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 2 രാജ്യങ്ങളും തമ്മിൽ വലിയ പോര് തന്നെ നടന്നു. നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി, വിസ സേവനങ്ങൾ നിർത്തിവെച്ചു, വ്യാപാര ചർച്ചകൾ മരവിപ്പിച്ചു. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് 2 രാജ്യങ്ങളും എത്തിപ്പെട്ടു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നത്? കാലം മാറുന്നതിനനുസരിച്ച് രാജ്യങ്ങളുടെ ആവശ്യങ്ങളും മാറുമല്ലോ.
ഇപ്പോൾ ഇന്ത്യയും കാനഡയും വീണ്ടും അടുക്കാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പുതിയ നേതൃത്വവും മാറുന്ന നയവും. കാനഡയിൽ മാർക്ക് കാർണി പ്രധാനമന്ത്രിയായതോടെ അവർക്ക് മനസ്സിലായി, ഇന്ത്യയെ പോലൊരു രാജ്യത്തെ പിണക്കി നിർത്തിയാൽ തങ്ങൾക്കാണ് നഷ്ടമെന്ന് അവർക്ക് മനസ്സിലായി. ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുമായി സഹകരിക്കാതെ കാനഡയുടെ വികസനം സാധ്യമല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും കാനഡ പുതിയ നിലപാട് സ്വീകരിച്ചു. അതിന്റെ ആദ്യപടിയായിട്ടാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിക്കെതിരെ അവർ നടപടിയെടുത്തത്. രണ്ടാമതായി, അമേരിക്കയോടുള്ള അമിത ആശ്രയിക്കൽ ഒഴിവാക്കാൻ. അതായത് കാനഡ ഇതുവരെ അവരുടെ കച്ചവടത്തിന്റെ 75% അമേരിക്കയെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ അമേരിക്കയിലെ രാഷ്ട്രീയവും ഭരണമാറ്റങ്ങളും അവരുടെ ബിസിനസിനെ ബാധിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാം അമേരിക്കയ്ക്ക് പുറമെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു വലിയ വിപണി എന്ന നിലയിലാണ് കാനഡ ഇന്ത്യയെ കാണുന്നത്. ഇന്ത്യയുടെ വലിയ ജനസംഖ്യയും വളരുന്ന സമ്പദ് വ്യവസ്ഥയും കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു അവസരമാണ്. മൂന്നാമതായി, ഊർജവും ഭാവി സാങ്കേതിക വിദ്യയും. ഇന്ത്യക്ക് വൈദ്യുതി വേണം, കാനഡയ്ക്ക് അത് നൽകാൻ യുറേനിയവും ഉണ്ട്. ഇന്ത്യക്ക് ബാറ്ററികൾ ഉണ്ടാക്കാൻ ധാതുക്കൾ വേണം, കാനഡയിൽ ലിഥിയം പോലുള്ള ധാതുക്കൾ ധാരാളമുണ്ട്. ഈ പരസ്പര സഹകരണം 2 രാജ്യങ്ങൾക്കും ലാഭമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ചൈനയെ മാത്രം ആശ്രയിക്കാതെ ഒരു സപ്ലൈ ചെയിൻ ഉണ്ടാക്കാൻ ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് കാനഡ തീരുമാനിച്ചു. പഴയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് പരസ്പര വിശ്വാസം വീണ്ടെടുക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിച്ചും ഇന്ത്യയുടെ സുരക്ഷയെ മാനിച്ചുമാണ് കാനഡ ഇപ്പോൾ കൈനീട്ടുന്നത്. ഈ പുതിയ സൗഹൃദം 2 രാജ്യങ്ങളുടെയും ജനങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഈ പുതിയ ചങ്ങാത്തത്തിന് പിന്നിൽ അമേരിക്കയുടെ ഒരു വലിയ റോളുണ്ട്. കാനഡ അവരുടെ ബിസിനസിന്റെ ഏകദേശം 75% അമേരിക്കയെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നതോടെ കാര്യങ്ങളെല്ലാം മാറി. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ നികുതി ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. ചൈനയുമായി അടുക്കാൻ ശ്രമിച്ചാൽ കാനഡയെ സാമ്പത്തികമായി ഞെരുക്കുമെന്ന മുന്നറിയിപ്പും വാഷിംഗ്ടണിൽ നിന്നുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. അമേരിക്കയെ മാത്രം വിശ്വസിച്ചിരുന്നാൽ കാനഡയുടെ സാമ്പത്തിക നില അപകടത്തിലാകും. ഒരു സുഹൃത്ത് പിണങ്ങിയാൽ മറ്റൊരു ശക്തനായ സുഹൃത്തിനെ കണ്ടെത്തണമല്ലോ. അങ്ങനെയാണ് കാനഡ ഇന്ത്യയിലേക്ക് തിരിഞ്ഞത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ വ്യാപാര തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ പകരം നിൽക്കാൻ ശേഷിയുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ വിശാലമായ വിപണിയും വളരുന്ന സമ്പദ് വ്യവസ്ഥയും കാനഡയ്ക്ക് ഒരു വലിയ സേഫ്റ്റി ബെൽറ്റ് പോലെയാണ്. അതായത് അമേരിക്ക വാതിലടച്ചാലും ഇന്ത്യയുടെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കാനഡയ്ക്ക് വലിയൊരു ആശ്വാസമാകും. ഈ ഒരു സമ്മർദ്ദമാണ് പഴയ പിണക്കങ്ങൾ വേഗത്തിൽ തീർക്കാനും ഇന്ത്യയുടെ എല്ലാ നിബന്ധനകളും അംഗീകരിച്ച് മുന്നോട്ട് വരാനും കാനഡയെ പ്രേരിപ്പിച്ചത്. അമേരിക്കയുടെ കടുപ്പമേറിയ വ്യാപാര നയങ്ങൾ ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിലുള്ള ആ പഴയ ദൂരം കുറയ്ക്കാൻ സഹായിച്ചു എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഈ പുതിയ സൗഹൃദം വെറും ഒരു രാഷ്ട്രീയ നാടകമല്ല. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ആ കടുത്ത പ്രശ്നം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പഴയ പിണക്കങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ട് പോകാൻ കാനഡ തയ്യാറായിരിക്കുന്നു എന്നത് നമ്മുടെ നയതന്ത്ര വിജയമായി തന്നെ കാണേണ്ടതുണ്ട്. മാർക്ക് കാർണിയുടെ ഈ സന്ദർശനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരം തന്നെയാണ്. ലോകത്തിലെ വൻ ശക്തികൾ പോലും തങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്തിനായി ഇന്ത്യയെ വിശ്വസിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സന്ദർശനത്തിലൂടെ ഒപ്പുവെക്കാൻ പോകുന്ന ആ വലിയ കരാറുകൾ, അത് ബിസിനസ് ആയാലും ഊർജ മേഖലയിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും അതിന്റെ ഗുണഫലങ്ങൾ വരും വർഷങ്ങളിൽ നമ്മുടെ വീടുകളിലേക്കും എത്തും. കാനഡയിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഇനി കൂടുതൽ ധൈര്യത്തോടെ അവിടെ തുടരാം. വിസ നടപടികൾ വേഗത്തിലാകുന്നതോടെ പുതിയ സ്വപ്നങ്ങളുമായി അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് അത് വലിയൊരു ആശ്വാസമാകും. അതുപോലെ തന്നെ കാനഡയിലെ കമ്പനികൾ ഇന്ത്യയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകുകയാണ്. നമ്മുടെ ഇലക്ട്രിക് വാഹന സ്വപ്നങ്ങൾക്കും ഊർജ ആവശ്യങ്ങൾക്കും കാനഡ ഒരു വലിയ താങ്ങായി മാറും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യവും തങ്ങളുടെ മണ്ണിൽ അനുവദിക്കില്ലെന്ന കാനഡയുടെ പുതിയ ഉറപ്പാണ്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം വീണ്ടും ദൃഢമാക്കുകയാണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുമ്പോൾ കാനഡയെ പോലൊരു വികസിത രാജ്യം നമ്മുടെ കൈപിടിക്കുന്നത് ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.